ഹായ് മക്കളെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെയും മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ മക്കളെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ എൻവിറോൺമെന്റൽ സയൻസ് അഥവാ മക്കളുടെ പരിസര പഠനം എന്ന സബ്ജക്റ്റിനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. മക്കളെ എല്ലാവരും റെഡി ആണല്ലോ? ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോവാം അല്ലെ. ഇതിന്റെ മുന്നേയും നമ്മുടെ ആപ്പിലേക്ക് കുറെ EVS-മായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ കണ്ടിട്ട് നല്ല രീതിയിൽ തന്നെ എക്സാമിനായിട്ട് തയ്യാറെടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ആക്ടിവിറ്റി 4 ആണ് മക്കളെ. പ്രവർത്തനം 4 ആണ്, നട്ടു വളർത്താം എന്നതാണ്. കൂട്ടുകാർക്ക് ആദ്യം തന്നെ ആ ഒരു ക്വസ്റ്റ്യനിൽ അവിടെ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട് അല്ലെ. ടേബിളിൽ നമുക്ക് കാണാം പ്ലാന്റ്സ് എന്നുള്ള ഒരു കോളം ഉണ്ടല്ലോ, അതായത് സസ്യങ്ങൾ എന്ന് പറയുന്ന ഒരു കോളം ഉണ്ട്. പിന്നെ ജെർമിനേറ്റിംഗ് ഫ്രം സീഡ്സ്, അതായത് മക്കളെ വിത്തിൽ നിന്ന് മുളയ്ക്കുന്നവ. ദെൻ സ്പ്രൗട്ടിംഗ് ഫ്രം ദി സ്റ്റെം, അതായത് മക്കളെ കാണ്ഡത്തിൽ നിന്ന് മുളയ്ക്കുന്നവ. ദെൻ അപ്രൂട്ടിംഗ് ഫ്രം ദി ലീവ്സ്, അതായത് മക്കളെ ഇലകളിൽ നിന്ന് മുളയ്ക്കുന്നവ. ദെൻ സ്പ്രൗട്ടിംഗ് ഫ്രം റൂട്ട്സ്, വേരിൽ നിന്ന് മുളയ്ക്കുന്നവ. ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ. കുറെ പ്ലാന്റ്സും അവ എന്തിൽ നിന്നാണ് പുതിയൊരു ചെടിയായിട്ട് മാറുന്നത് എന്നുള്ളതുമാണ് നമുക്ക് ആ ഒരു ടേബിളിൽ തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യാം. ആദ്യം തന്നെ എന്താണ് മക്കളെ? റോസ് ആണ് അല്ലെ. റോസ് എന്തിൽ നിന്ന് മുളയ്ക്കുന്നു എന്നാണ് പറഞ്ഞത്? സ്പ്രൗട്ടിംഗ് ഫ്രം സ്റ്റെം ആണല്ലോ, അതായത് മക്കളെ കാണ്ഡത്തിൽ നിന്ന് മുളയ്ക്കുന്നവയാണ്. ദെൻ അടുത്ത് നമുക്ക് മാംഗോ ട്രീ ആണ് തന്നിട്ടുള്ളത്, മാവാണ് തന്നത്. അതോ മക്കളെ ജെർമിനേറ്റിംഗ് ഫ്രം സീഡ് ആണ് തന്നിട്ടുള്ളത്, അതായത് വിത്തിൽ നിന്ന് മുളയ്ക്കുന്നവ എന്നുള്ള കോളത്തിലാണ് തന്നത്. ഇപ്പൊ മിസ് എത്തിയിട്ടുള്ളത് മക്കളെ നിങ്ങൾക്കായിട്ടുള്ള ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, നമ്മുടെ ഓണം പ്രമാണിച്ച് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കൂട്ടുകാർക്ക് വെറും 610 രൂപയ്ക്കാണ് ഇനിയുള്ള ഒരു വർഷക്കാലത്തേക്ക് അവൈലബിൾ ആക്കി തരാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് മക്കളെ നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ ആയിരിക്കും കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ വേഗം തന്നെ മക്കളെ മറക്കാതെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, വെറും 610 രൂപയ്ക്കാണ് ഒരു വർഷത്തേക്ക് മക്കൾക്ക് 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്. അല്ലെ. ദെൻ അടുത്തത് എന്താണ് മക്കളെ? നിശാഗന്ധിയാണ്. നിശാഗന്ധി നമുക്ക് എന്താ തന്നിട്ടുള്ളത്? സ്പ്രൗട്ടിംഗ് ഫ്രം സ്റ്റെം ആണ് തന്നത്, കാണ്ഡത്തിൽ നിന്ന് മുളയ്ക്കുന്നവ. ദെൻ അടുത്തത് പി ആണ് മക്കളെ, പയറാണ്. പയർ എന്തിൽ നിന്നാ പറഞ്ഞിട്ടുള്ളത്? ജെർമിനേറ്റിംഗ് ഫ്രം സീഡ് ആണല്ലോ, അതായത് വിത്തിൽ നിന്ന് മുളയ്ക്കുന്നവ. ദെൻ അടുത്തത് നിലപ്പനയാണ് തന്നിട്ടുള്ളത്. നിലപ്പന എന്തിൽ നിന്നാണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? സ്പ്രൗട്ടിംഗ് ഫ്രം ദി സ്റ്റെം അല്ലെ, അതായത് കാണ്ഡത്തിൽ നിന്നാണെന്നാണ് പറയുന്നത്. ദെൻ കടപ്ലാവാണ് മക്കളെ, എന്തിൽ നിന്നാണ്? സ്പ്രൗട്ടിംഗ് ഫ്രം റൂട്ട്സ് ആണ്, വേരിൽ നിന്ന് മുളയ്ക്കുന്നവയാണ്. ദെൻ ലാസ്റ്റ് വൺ ഏതാ മക്കളെ? ഹിബിസ്കസ് ആണ്. സ്പ്രൗട്ടിംഗ് ഫ്രം സ്റ്റെം, അതായത് മക്കളെ കാണ്ഡത്തിൽ നിന്ന് മുളയ്ക്കുന്നവയാണ്, സ്റ്റെമ്മിൽ നിന്ന് തണ്ടിൽ നിന്ന് ഉണ്ടാകുന്നവയാണ്. ഓക്കെ മക്കളെ, അപ്പം ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു ടേബിൾ അവിടെ തന്നിട്ടുള്ളത്. ഓരോ പ്ലാന്റ്സും അവ എന്തിൽ നിന്നാണ് പുതിയ ഒന്നിനെ ഉണ്ടാക്കുന്നത് എന്നതാണ് നമുക്ക് കൃത്യമായിട്ട് ടേബിളിൽ തന്നിട്ടുള്ളത്. ഇനി മക്കൾക്കുള്ള ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ. ന്യൂ പ്ലാന്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് പ്ലാന്റ്സ്. Analyze the table and write your findings. എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത് വിവിധ സസ്യഭാഗങ്ങളിൽ നിന്നാണല്ലോ. പട്ടിക വിലയിരുത്തി നിങ്ങളുടെ കണ്ടെത്തലുകൾ എഴുതൂ എന്നാ പറഞ്ഞത്. അപ്പൊ ജസ്റ്റ് ആ ഒരു പട്ടിക അനലൈസ് ചെയ്തിട്ട് മക്കളുടെ ഫൈൻഡിങ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ടേബിൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും മക്കളെ? ഒരു ചെടിയിൽ നിന്ന് പുതിയ പ്ലാന്റ്സ് ഉണ്ടാവുന്നത് അതിന്റെ ഡിഫറെന്റ് പാർട്ടിൽ നിന്നാണല്ലേ. റൂട്ടിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്, വേരിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്, വിത്ത് മുളച്ചല്ലേ സീഡിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്, ദെൻ സ്റ്റെമ്മിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്, ലീഫിൽ നിന്ന് പുതിയ പ്ലാന്റ്സ് ഉണ്ടാവാറുണ്ട്. അതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. നോക്കിക്കേ മക്കളെ, ന്യൂ പ്ലാന്റ്സ് grow from different parts such as seeds, stems, leaf and roots. എന്താ മക്കളെ പറഞ്ഞത്? വിത്ത്, തണ്ട്, ഇല, വേര് തുടങ്ങിയ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ അടുത്ത നോക്കിക്കേ മക്കളെ, മാംഗോ ട്രീ ആൻഡ് പീ ഗ്രോ ഫ്രം സീഡ്, അതായത് മക്കളെ മാവും പയറും എന്തിൽ നിന്നാണ് മുളച്ചു വരുന്നത്? വിത്തിൽ നിന്നാണ്, ജെർമിനേറ്റിംഗ് ഫ്രം സീഡ്സ് ആണ് അല്ലെ. ദെൻ നെക്സ്റ്റ് നോക്കിക്കേ നമുക്ക്, റോസ്, നിശാഗന്ധി, നിലപ്പന ആൻഡ് ഹിബിസ്കസ് ക്യാൻ സ്പ്രൗട്ട് ഫ്രം സ്റ്റം കട്ടിംഗ്, അതായത് മക്കളെ റോസ്, നിശാഗന്ധി, നിലപ്പന, ചെമ്പരത്തി എന്നിവ തണ്ടിൽ നിന്ന് വളരുന്നവയാണ്. ദെൻ നെക്സ്റ്റ് നോക്കിക്കേ, പ്ലാന്റ്സ് ലൈക്ക് നിലപ്പന ക്യാൻ സ്പ്രൗട്ട് ഫ്രം ലീവ്സ് ആൻഡ് കടപ്ലാവ് സ്പ്രൗട്ട് ഫ്രം റൂട്ട്, അതായത് മക്കളെ നിലപ്പന ഇലയിൽ നിന്നും കടപ്ലാവ് വേരിൽ നിന്നും മുളച്ചു വരുന്നില്ല. കടപ്ലാവ് നമുക്ക് പ്രത്യേകം പറയുന്നുണ്ട്. ഇവിടെ നിലപ്പനയും നമുക്ക് ചിലതെന്ത് ചെയ്യും മക്കളെ? അതിന്റെ ലീഫിൽ നിന്ന് അത് സ്പ്രൗട്ട് ചെയ്ത് വരും. ഓക്കെ അല്ലേ മക്കളെ?
ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പട്ടിക നോക്കുക, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം കോമൺ ആയിട്ട് ഇത് എഴുതുക. സ്റ്റെമ്മിൽ നിന്നും റൂട്ടിൽ നിന്നും അതുപോലെ തന്നെ സീഡിൽ നിന്നൊക്കെ പുതിയ പ്ലാന്റ്സ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവുക. പിന്നെ നിങ്ങൾക്ക് പട്ടികയിൽ തന്നിട്ടുണ്ടല്ലേ, അതില് ഇന്നതൊക്കെയാണ് സീഡിൽ നിന്ന് ഉണ്ടാവുന്നത്, സ്റ്റെമ്മിൽ നിന്ന് ഉണ്ടാവുന്നത് ഇത്തരം പ്ലാന്റ്സ് ആണ് എന്ന് പറഞ്ഞിട്ട് അവയുടെ പേരുകൾ കൂടി അതിൽ നിങ്ങൾ ഉൾപ്പെടുത്തുക. ഓക്കെ അല്ലേ മക്കളെ? ദെൻ അതിൽ തന്നെയുള്ള ബി ക്വസ്റ്റ്യൻ നോക്കിക്കേ. Which of the following shows the stages of the growth of a pea plant? Put tick mark against the right one. എന്താ മക്കളെ പറഞ്ഞത്? താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളിൽ പയർ ചെടിയുടെ ശരിയായ വളർച്ചയെ സൂചിപ്പിക്കുന്ന ചിത്രം ഏതാണ്? ശരിയായതിന് നേരെ ശരി അടയാളം ഇടാനാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കിക്കേ മക്കളെ, നമുക്ക് 1, 2, 3 അല്ലെ 3 തന്നിട്ടുണ്ട്. അതിൽ പയർ ചെടിയുടെ ശരിയായ ഘട്ടമാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാലോ, നമ്മൾ വിത്തൊക്കെ മുളപ്പിച്ചിട്ടുള്ളതാണ്. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം ഒരു മുള എന്ത് ചെയ്യും മക്കളെ? എന്ത് ചെയ്യും? ഇതാണ് നമ്മുടെ ഒരു പി സീഡ് എന്ന് അസ്യൂം ചെയ്യുക. അതിൽ നിന്ന് ഒരു മുള പുറത്തേക്ക് വരൂലേ? ആ മുള എന്തായിട്ടാണ് മാറുന്നത് മക്കളെ? നേരെ മുകളിലോട്ട് പോയിട്ട് ഇങ്ങനെ സ്റ്റെമ്മും ലീഫായിട്ടാണ് ആയിട്ട് മാറുകയാണോ, അല്ലെങ്കിൽ ഇതേപോലെ വന്ന് താഴേക്ക് പോയിട്ട് റൂട്ടായിട്ടാണോ മാറുന്നത്? യെസ്, അത് എന്തായിട്ടാണ് മാറുന്നത് മക്കളെ? റൂട്ടായിട്ടാണ് അത് മാറുന്നത്. അപ്പൊ നമുക്ക് ഏത് പറയാം മക്കളെ? ഏത് ഇമേജ് ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്? ഇതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് അല്ലേ? ആ പി സീഡ് സ്പ്രൗട്ട് ചെയ്തിട്ട് റൂട്ടായിട്ട് മാറുകയാണ് അല്ലേ? അല്ലേ മക്കളെ? അപ്പം സെക്കൻഡ് 1 ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പം ഈ ഒരു വിത്ത് മുളയ്ക്കുന്ന ഈ ഒരു ഘട്ടങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, ചിത്രങ്ങളൊന്ന് നോക്കി വെക്കാം. ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം മക്കളെ. നോക്കിക്കേ, ഫെസ്റ്റിവൽ ഓഫ് ഫോറസ്റ്റ് എന്താണ് മക്കളെ? കാനനോത്സവം എന്നതാണ്. നോക്കിക്കേ, ഫുഡ് ഫെസ്റ്റ് ഈസ് ഗോയിങ് ഓൺ ഇൻ ദി ഫോറസ്റ്റ്. മിട്ടു മങ്കി പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് ഫുഡ് ഐറ്റംസ് ഈറ്റൻ ബൈ ഡിഫറെന്റ് ക്രീച്ചേഴ്സ്. ലുക്ക് അറ്റ് ദി ടേബിൾ. എന്താ മക്കളെ ക്വസ്റ്റ്യന്? കാട്ടിൽ എന്ത് നടക്കുകയാണ്? ഭക്ഷ്യമേള നടക്കുകയാണ് അല്ലെ? അപ്പം വിവിധ ജീവികൾ കഴിക്കുന്ന ആഹാരങ്ങളുടെ പട്ടിക മിട്ടുകുരങ്ങൻ എന്ത് ചെയ്തിട്ടുണ്ട്? തയ്യാറാക്കിയിട്ടുണ്ട്. നോക്കിക്കേ മക്കളെ, അവിടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പൊ ഇതാ 10 ഡേയ്സിന്റെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുമായിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത് കേട്ടോ. 10 ദിവസത്തെ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന് വെറും 210 രൂപ മാത്രമാണ് മക്കളെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാർ മടിക്കാതെ തന്നെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. വളരെ ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഈ ഒരു 10 ഡേയ്സ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ വേഗം തന്നെ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇംഗ്ലീഷിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഗ്രാമർ സെക്ഷൻസും എല്ലാം തന്നെ നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പേര് തന്നിട്ടില്ല. എന്തൊക്കെയാണ്? ഫ്രൂട്ട്സ്, സ്മാൾ ക്രീച്ചേഴ്സിൽ, അതായത് പഴങ്ങളും ചെറു ജീവികളൊക്കെയാണ് ആര് കഴിക്കുന്നത്? കരടി കഴിക്കുന്നത്. ദെൻ എലഫന്റ് ആണ് മക്കളെ, ആനയാണ്. ആനയോ ഗ്രാസും ഫ്രൂട്ട്സും ഒക്കെ ആണല്ലോ, അതായത് പുല്ലും പഴങ്ങളും ഒക്കെയാണ് ആന കഴിക്കുന്നത്. ദെൻ ഈഗിൾ ആണ് മക്കളെ, എന്തൊക്കെയാണ്? മീറ്റും ഫിഷും ആണല്ലോ, അതായത് മാംസവും മീനും ആണ് ആര് കഴിക്കുന്നത്? ഈഗിൾ കഴിക്കുന്നത്. അടുത്തത് ആരാണ്? ക്രോ ആണ്, അതായത് കാക്കയാണ് മക്കളെ. എന്തൊക്കെയാണ് കഴിക്കുന്നത്? മാംസവും പഴങ്ങളും ഒക്കെയാണ് ആര് കഴിക്കുന്നത്? ക്രോ കഴിക്കുന്നത് അല്ലെ. ദെൻ ടൈഗർ ആണ് മക്കളെ, എന്ത് കഴിക്കും? മീറ്റ് കഴിക്കില്ലേ, മാംസം കഴിക്കും. ദെൻ ലാസ്റ്റ് വൺ ഏതാണ്? ഡീറാണ്, മാനാണ്. മാൻ എന്ത് കഴിക്കും? ഗ്രാസ് കഴിക്കും, പുല്ല് കഴിക്കും അല്ലെ. അപ്പൊ ഇങ്ങനെ ഓരോ ജീവികളും കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് ആണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. ഇനി മക്കൾക്കുള്ള ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ. ഫുഡ് ഐറ്റംസ് ഫോർ ദി ക്രീച്ചേഴ്സ് were arranged in 3 counters. From which counter should the creatures get the food? Complete the table. എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? ജീവികൾക്കുള്ള ഭക്ഷണം 3 കൗണ്ടറുകളിലായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഏത് കൗണ്ടറിൽ നിന്നായിരിക്കും ഓരോ ജീവിയും ഭക്ഷണം വാങ്ങിയിട്ടുണ്ടായിരിക്കുക, അത് എഴുതി ചേർക്കാനാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കിക്കേ മക്കളെ, ഇതാണ് 3 കൗണ്ടേഴ്സ് കേട്ടോ. ഹെർബിവോസ്, കാർണിവോസ്, ദെൻ ഒംനിവോസ് അല്ലെ. സസ്യാഹാരി, മാംസാഹാരി, മിശ്രാഹാരി. അപ്പൊ ഒന്നുമില്ല മക്കളെ, തന്നിട്ടുള്ള ഈ ലിസ്റ്റ് നോക്കിയിട്ട് സസ്യാഹാരികൾ ഹെർബിവോസ് ആരൊക്കെയാണ്, അതുപോലെ തന്നെ കാർണിവോസ് അല്ലെ മാംസാഹാരികൾ ആരൊക്കെയാണ്, ദെൻ ഒംനിവോസ് മിശ്രാഹാരികൾ, അതായത് രണ്ടും കഴിക്കുന്നവർ ആരൊക്കെയാന്നുള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ്. സിമ്പിൾ അല്ലേ മക്കളെ? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള സംഗതികളാണ് അല്ലെ. നോക്കിക്കേ മക്കളെ, അപ്പൊ ഇതിൽ ഹെർബിവോസ്, അതായത് സസ്യാഹാരികൾ ആരൊക്കെ വരും? നമ്മുടെ എലഫന്റ് വരും അല്ലെ, ആന, അതുപോലെ തന്നെ ഡീർ അല്ലെ, മാന്, ഇവർ രണ്ടുപേരുമാണ് തന്നിട്ടുള്ളത്. ദെൻ കാർണിവോസ്, മാംസാഹാരികൾ ആരൊക്കെയാണ്? ഈഗിൾ ഉണ്ട്, ടൈഗർ ഉണ്ട് അല്ലെ, പരുന്തും കടുവയൊക്കെയാണ് എന്ത് മാംസാഹാരികൾ എന്ന് പറയും. ദെൻ ഒംനിവേഴ്സ് ആരൊക്കെയാണ് മക്കളെ? ബെയറും ക്രോയും ആണ് അല്ലെ, കരടിയും കാക്കയുമാണ് ഇത് ഒംനിവേഴ്സ് വരുന്നത്, അതായത് മിശ്രാഹാരികൾ വരുന്നത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. ഓരോ കാറ്റഗറിയിലും ഉൾപ്പെടുത്താവുന്ന കുറച്ച് ജീവികളുടെ പേരുകൾ മക്കള് നോക്കി വെച്ച് പോവാ.
ഓക്കെ അല്ലേ മക്കളെ? ദെൻ അതിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. മിട്ടു ആൻഡ് ദി ടീം സെർവ്ഡ് ദി ഫുഡ് ഐറ്റംസ് ഇൻ ദി കൗണ്ടേഴ്സ് ബേസ്ഡ് ഓൺ ദി ബോഡി ഫീച്ചേഴ്സ് ഓഫ് ക്രീച്ചേഴ്സ്. വാട്ട് ആർ ദി ബോഡി ഫീച്ചേഴ്സ് വിച്ച് ഹെൽപ് ദി ഫോളോയിങ് ക്രീച്ചേഴ്സ് ഇൻ ഗ്യാദറിംഗ് ഫുഡ്? എന്താ മക്കളെ ക്വസ്റ്റ്യന്? നമ്മുടെ കൗണ്ടറിൽ എത്തുന്ന ജീവികൾക്ക് അവയുടെ ശാരീരിക സവിശേഷതകൾ നോക്കിയാണ് മിട്ടുവും സംഘവും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഭക്ഷണം നൽകിയിട്ടുണ്ടായിരുന്നത്. താഴെ പറയുന്ന ജീവികൾക്ക് ആഹാര സമ്പാദനത്തിന് സഹായകരമായിട്ടുള്ള ശാരീരിക സവിശേഷതകൾ എന്തൊക്കെയാന്നാ ചോദിച്ചത്. എന്തൊക്കെയാണ് മക്കളെ? ആദ്യം ആരുടെയാണ്? ടൈഗറിൻ്റെതും പിന്നെ ഈഗിളിൻ്റെത് അല്ലെ, കടുവ, പരുന്ത് തുടങ്ങിയവയ്ക്ക് ഫുഡ് ഗ്യാദറിംഗ് അല്ലെ, അതായത് ആഹാര സമ്പാദനത്തിനായിട്ടുള്ള എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഉള്ളത് എന്നതാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. അതായത് എന്തൊക്കെ ശാരീരിക സവിശേഷതകളാണ് ഉള്ളത് എന്നാ ചോദിച്ചത്. എന്തൊക്കെയാ മക്കളെ നമ്മുടെ ടൈഗറിനുള്ളത്? യെസ്, അതിന്റെ ഷാർപ്പ് ടീത്തും അതുപോലെ തന്നെ ഷാർപ്പ് ക്ലോസും ഒക്കെയാണ് അതിന്റെ പ്രത്യേകതകളിൽ. അതായത് മൂർച്ചയുള്ള പല്ലുകളും മൂർച്ചയുള്ള നഖങ്ങളും ഒക്കെയാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ദെൻ ഈഗിളിലോട്ട് വരുമ്പോൾ എന്താണ് മക്കളെ? സ്ട്രോങ് ആൻഡ് കേർവ്ഡ് ബീക്ക് അല്ലെ, സ്ട്രോങ് ആൻഡ് കേർവ്ഡ് ബീക്ക്, അതായത് വളഞ്ഞ് മൂർച്ചയുള്ള കൊക്കും അതുപോലെ തന്നെ ഷാർപ്പ് ക്ലോസും അല്ലെ, അതിന് ശക്തമായിട്ടുള്ള നഖങ്ങളൊക്കെയാണ് അതിന് ആഹാരം സമ്പാദിക്കാനുള്ള പ്രത്യേകത അല്ലെ, ഫീച്ചേഴ്സ് എന്ന് പറയാം. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, നമുക്ക് അറിയാവുന്ന സംഗതികളാണ്. എങ്കിലും ഇംഗ്ലീഷ് മീഡിയം ഒക്കെ പഠിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ടേം ഒക്കെ കൃത്യമായിട്ട് എഴുതാൻ പഠിച്ചിട്ട് പോവാം. മലയാളം മീഡിയം ഉള്ള കൂട്ടുകാർക്ക് പൊതുവെ EVS നിങ്ങൾക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. കാര്യം കുറെ സംഗതികളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, അപ്പൊ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പക്ഷെ ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ അതിന്റെ ഇംഗ്ലീഷ് ടേം കൂടി മക്കളൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ അല്ലേ മക്കളെ? ദെൻ അതിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. put cross mark against the wrong statement related with frog. അതായത് മക്കളെ താഴെ പറയുന്നവയില് തവളയുമായി ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവനയ്ക്ക് നേരെ ക്രോസ് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്താ മക്കളെ? lives in water and land, അതായത് വെള്ളത്തിലും കരയിലും ജീവിക്കും. ശരിയാണോ മക്കളെ? കൂട്ടുകാരെ, നിങ്ങൾക്ക് വെറും 10 ദിവസം കൊണ്ട് ഹിന്ദി പഠിക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ താല്പര്യമുള്ള മക്കളൊക്കെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. വെറും 210 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു 10 ദിവസത്തെ കോഴ്സ് കൂട്ടുകാർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊരു ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും അതുപോലെ തന്നെ വലിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാവുന്ന ക്ലാസ്സുകളാണ് നമ്മൾ ഈ 10 ഡേയ്സ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ വേഗം തന്നെ മക്കളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇന്ത്യയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അത് ശരിയായിട്ടുള്ളതാണ്. ദെൻ ഈറ്റ് സ്മാൾ ക്രീച്ചേഴ്സ്, ചെറുജീവികളെ ഭക്ഷിക്കും. ശരിയായിട്ടുള്ള കാര്യമല്ലേ? അതെ. ദെൻ നെക്സ്റ്റ് എന്താണ്? കനോട്ട് ക്യാച്ച് പ്രേ സ്റ്റോക്കിംഗ് ഔട്ട് ദി സ്റ്റിക്കി ടങ്. എന്താ മക്കളെ പറഞ്ഞത്? പശിമയുള്ള നാക്കുണ്ടെങ്കിലും പുറത്തേക്ക് നീട്ടി ഇരയെ പിടിക്കാൻ പറ്റില്ല, ആവില്ല എന്നാണ് പറഞ്ഞത്. സ്റ്റേറ്റ്മെന്റ് ശരിയാണോ മക്കളെ? ശരിയാണോ? അല്ല, അത് റോങ് ആണ് അല്ലെ. നമുക്കറിയാം ഫ്രോഗ് എന്താണ്? അതിന്റെ ആ ഒരു പശയുള്ള ടങ് പുറത്തേക്ക് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ചെറിയ ചെറിയ പ്രാണികളൊക്കെ അത് പിടിച്ചു തിന്നുന്നത് അല്ലെ. ഓക്കെ മക്കളെ, അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് അവിടെ റോങ് ആണ്. ദെൻ ലാസ്റ്റ് ഒന്ന് നോക്കി. ക്യാൻ സ്വിം ആൻഡ് ജംപ്, ചാടാനും നീന്താനും ഒക്കെ കഴിയും. അത് ശരിയല്ല മക്കളെ? അത് ശരിയാണ്. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് പറയാം? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? നോക്കിക്കേ. ദെൻ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആക്ടിവിറ്റി 6 ലെറ്റ്സ് മെഷർ റെയിൻ. അതായത് മക്കളെ മഴ അളക്കാം എന്നുള്ള ഒരു പ്രവർത്തനമാണ്. നോക്കിക്കേ മക്കളെ, നിങ്ങൾക്ക് അവിടെ ഒരു കുട്ടിയെ കാണാം അല്ലെ. അപ്പൊ അവൾ എന്താണ്? സ്കൂൾ പരിസരത്തും വീട്ടു പരിസരത്തും പെയ്യുന്ന മഴയുടെ അളവ് തുല്യമാണോ എന്ന് അവൾക്കൊരു ഡൗട്ട് ഉണ്ട്. അതായത് സ്കൂളിന്റെ സറൗണ്ടിങ്സിലും വീട്ടിലൊക്കെ പെയ്യുന്ന മഴയില്ലേ മക്കളെ, അത് രണ്ടിടത്തും പെയ്യുന്ന മഴയുടെ അളവ് സെയിം ആണോ എന്നാണ്. നോക്കിക്കേ, ക്വസ്റ്റ്യൻ ഇതാണ്. നീന ആൻഡ് ഹർ ഫ്രണ്ട്സ് ആർ മേക്കിംഗ് എ റെയിൻ ഗേജ് ടു measure rainfall. Which materials are to be selected from those given below to make a rain gauge? അതായത് മക്കളെ മഴയുടെ അളവ് അറിയുന്നതിനായി നീനയും കൂട്ടുകാരും മഴമാപിനി നിർമ്മിക്കുകയാണ്. മഴമാപിനി നിർമ്മിക്കുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് ഏതെല്ലാം സാമഗ്രികളാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നോക്കിക്കേ മക്കൾ, അവിടെ കുറെ കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ഫണല് തന്നിട്ടുണ്ട്, കപ്പ്, ഗ്ലാസ്, സ്കെയില്, സ്പൂണ് തുടങ്ങിയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതാണ്. വിച്ച് അമംഗ് ദീസ് മെറ്റീരിയൽസ് ആർ നീഡഡ് ടു മേക്ക് എ റെയിൻ ഗേജ്? റൈറ്റ് ദം ബിലോ. അതായത് മക്കളെ ഇതിൽ മഴമാപിനി നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ ഏതെല്ലാം എഴുതി ചേർക്കൂ എന്നാ പറയാം. അപ്പൊ ഏതൊക്കെ വേണം മക്കളെ? ഇതിൽ എന്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മേക്ക് ചെയ്യാനായിട്ട് പറ്റും? നോക്കിക്കേ, നമുക്ക് ഇതുപോലുള്ളൊരു പാത്രം വേണം അല്ലെ. പിന്നെ എന്താ വേണ്ടത്? ഇതുപോലെയുള്ള ഒരു സ്കെയില് വേണം. അതുപോലെ തന്നെ ഈ ഒരു
ഫണലും വേണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു റെയിൻ ഗേജ് അല്ലെങ്കിൽ ഒരു മഴമാപിനി ഉണ്ടാക്കിക്കൂടെ മക്കളെ? ഉണ്ടാക്കിക്കൂടെ? അപ്പൊ അതൊക്കെയാണ് വേണ്ടത്. ദെൻ നിങ്ങളുടെ ഒരു ചോദ്യം ഇതാണ് മക്കളെ, ഡ്രോ ദി പിക്ചർ ഓഫ് എ റെയിൻ ഗേജ്. അതായത് ഒരു മഴമാപിനിയുടെ ചിത്രം വരയ്ക്കാനാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളതല്ലേ മക്കളെ മഴമാപിനി? സ്കൂളിലെ മക്കളെ നിങ്ങളുടെ ക്ലാസ് പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നിർമ്മിച്ചിട്ടുണ്ടായിരിക്കല്ലോ എല്ലാവരും. അപ്പൊ നിങ്ങൾ അത് ഓർത്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു സ്പേസില് ഒരു മഴമാപിനിയുടെ ഫിഗർ വരയ്ക്കാനാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയല്ലേ മക്കളെ നമ്മൾ ഏകദേശം ഉണ്ടാക്കിയിരുന്നത്? കൂട്ടുകാർ ചിലപ്പം നിങ്ങളൊരു ബോട്ടിലൊക്കെ ആയിരിക്കും വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും അല്ലെ? നമുക്കിപ്പോ അവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള ചിത്രങ്ങൾ ഇതൊക്കെയാണ്, അതുകൊണ്ട് മിസ് അത് ഇവിടെ ഉൾപ്പെടുത്തി. ഓക്കെ അല്ല മക്കളെ? അപ്പം ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു റെയിൻ ഗേജ്, ഒരു മഴമാപിനി നിർമ്മിക്കാം. ഓക്കെ അല്ലേ? അപ്പം റെയിൻ ഗേജ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ് മക്കളെ, ഓർത്തിരിക്കണേ. ദെൻ അവിടെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. Where can fix the rain gauge to measure rainfall? Put a tick mark against the right answer. അതായത് മക്കളെ മഴ അളക്കുന്നതിനായിട്ട് മഴമാപിനി എവിടെയാണ് സ്ഥാപിക്കേണ്ടത് എന്നാണ് ചോദിച്ചത്. ശരിയായിട്ട് ഉത്തരത്തിന് നേരെ ശരിയിടാനാ പറഞ്ഞിട്ടുള്ളത്. അണ്ടർ ദി ട്രീ, അതായത് മരത്തിന്റെ ചുവട്ടിലാണ്. ഇൻ ആൻ ഓപ്പൺ സ്പേസ്, അതായത് മക്കളെ തുറസായ സ്ഥലത്താണ്. ഓൺ എ സ്പേസ് where water falls from the roof, മേൽക്കൂരയിൽ നിന്ന് വെള്ളം വീഴുന്ന സ്ഥലത്ത്. ഇതിൽ എവിടെയാ മക്കളെ നമ്മൾ വെക്കേണ്ടത്? കറക്റ്റ് ആയിട്ടുള്ള മെഷർമെന്റ് കിട്ടണമെങ്കിൽ നമ്മൾ എവിടെ വെക്കണം? ഇൻ ആൻ ഓപ്പൺ സ്പേസ്, അതായത് തുറസായ സ്ഥലത്താണ് നമ്മൾ അത് വെക്കേണ്ടത്. ക്ലിയർ ആയിട്ടുണ്ടോ മക്കളെ? തുറസായ സ്ഥലത്ത് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ മക്കളെ? കൃത്യമായിട്ടുള്ള രീതിയിൽ മഴയുടെ. ഇപ്പൊ മിസ് എത്തിയിട്ടുള്ളത് മക്കളെ നിങ്ങൾക്കായിട്ടുള്ള ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, നമ്മൾ ഓണം പ്രമാണിച്ച് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കൂട്ടുകാർക്ക് വെറും 610 രൂപയ്ക്കാണ് ഇനിയുള്ള ഒരു വർഷക്കാലത്തേക്ക് അവൈലബിൾ ആക്കി തരാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ? അപ്പൊ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് മക്കളെ നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ ആയിരിക്കും കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ വേഗം തന്നെ മക്കളെ മറക്കാതെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, വെറും 610 രൂപയ്ക്കാണ് ഒരു വർഷത്തേക്ക് മക്കൾക്ക് 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്. അളവ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ല മക്കളെ? ഓക്കെ അല്ല? അപ്പൊ ഈ റെയിൻ ഗേജിന്റെ ചിത്രം കൃത്യമായിട്ട് മക്കൾ മനസ്സിലാക്കി വെക്കണം. ഇന്ന സാധനങ്ങളൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, ഇങ്ങനെയാണ് ഒരു ചിത്രം വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൃത്യമായിട്ട് മക്കൾ എന്ത് ചെയ്യാം, നന്നായിട്ട് EVS എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ അല്ല മക്കളെ? അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ദിവസം മറ്റൊരു പുതിയ സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.